സംസ്ഥാനത്ത് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടൽ വ്യാപകമാകുന്നു. കൊച്ചിയിലടക്കം നൂറുകണക്കിന് പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തട്ടിപ്പിന് പിന്നിൽ സംഘടിതമായ ശ്രമമെന്നാണ് സംശയം. ജാഗ്രത വേണം. ഓൺലൈൻ തട്ടിപ്പുകൾ എന്നത് നമ്മുടെ സമീപനാളുകളിൽ വളരെ സാധാരണമായി കേട്ടുപോരുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങേയറ്റം വിശ്വാസയോഗ്യമെന്ന് സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന വാട്സപ്പിനെയാണ് തട്ടിപ്പ് സംഘങ്ങൾ പുതിയ മാധ്യമമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫോണിലേക്ക് അവിചാരിതമായി എത്തുന്ന OTP നമ്പർ ചോദിച്ചുള്ള വാട്സപ്പ് സന്ദേശത്തിലാണ് തുടക്കം. OTP പറഞ്ഞുകൊടുത്താൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലാകും. പിന്നീട് പണം മാത്രമല്ല, മനസ്സമാധാനവും കവർന്നെടുക്കും. നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വരികയുണ്ടായി. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിലൊരു കോഡ് വരും, അതൊന്ന് 6 ഡിജിറ്റ് കോഡ് വരും, അത് ഷെയർ ചെയ്യുക. സാധാരണ SMS വന്നു കഴിഞ്ഞാൽ നമ്മളത് കെയർഫുള്ളാണ്. ഇത് അടുത്തൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുമ്പ് കണ്ട ആളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഒന്ന് മെസ്സേജ് വന്നതുകൊണ്ട് ഞാൻ വേറൊന്നും കരുതിയില്ല. അത് ചിലപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനോ അഡ്മിനാക്കാനോ ഒക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളിലുള്ള അത്രയും ആളുകളിലേക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ ചെല്ലും. മുൻപ് മറ്റു പല സാമൂഹ്യ മാധ്യമങ്ങളിലും പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫേക്ക് ഐഡികളുടെ വിളയാടലായിരുന്നു. എന്നാൽ താരതമ്യേന സുരക്ഷിതമെന്ന് എല്ലാവരും കരുതിയിരുന്ന വാട്സപ്പിലും ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ പിടിമുറുക്കുകയാണ്. ഇത് ഛത്തീസ്ഗഡിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇത് ചെയ്യുന്നതായിട്ടാണ് ബാങ്കിൽ നിന്ന് സംസാരിച്ചത്. ബാങ്ക് അക്കൗണ്ട് അവിടുത്തെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ഗ്രൂപ്പ് ഓഫ് ആളുണ്ട്. കാര്യം എനിക്കറിയാവുന്ന തന്നെ 10ഓളം ആൾക്കാരുടെ നമ്പേഴ്സ് ഹാക്ക് ചെയ്യപ്പെട്ടു. കൊച്ചിയിൽ ഒരുപക്ഷെ നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിൽ വളരെയേറെ. കാര്യം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അയാൾ UK അയാളുടെ വൈഫ് കേരളത്തിലാണ്. രണ്ടുപേരുടെ അക്കൗണ്ട് ഹാക്ക്ഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മാസ് ഒരു അറ്റാക്കുമാണ്, അതിൽ ഭയങ്കര ഒരു ത്രെറ്റുമാണ്. ബാങ്ക് അവധിയായ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ബാങ്കിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പണം തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ പിൻവലിക്കപ്പെടും. ഒരേ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരേ സമയം തട്ടിപ്പിനിരയാക്കുന്നതാണ് രീതി. ഇരകളിൽ മാധ്യമപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. വാട്സപ്പ് ഉപഭോക്താക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതായും പരാതികൾ ഉയർന്നിട്ടുണ്ട്. വ്യക്തികളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇത്തരം സംഘടിതമായിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ പോലീസിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. AS അഭിജിത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.